നമ്മൾ സബ്ജക്റ്റ് വെർബ് അഗ്രിമെൻറ്റിലെ 4ാമത്തെ റൂളാണ് പഠിക്കുന്നത്. ഇത് എക്സാമിന് പല പ്രാവശ്യമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ്. നമുക്ക് എക്സാമ്പിളിലൂടെ ഈ കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ആദ്യം നമ്മൾ 4ാമത്തെ ഈ സബ്ജക്റ്റ് വെർബ് അഗ്രിമെൻറ്റ് വരുന്ന ടോപ്പിക്ക് എന്ന് വെച്ചാൽ വൺ ഓഫ്, ഐദർ ഓഫ്, നൈദർ ഓഫ്, എനി ഓഫ്, ഈച്ച് ഓഫ്, നൺ ഓഫ് ആർ ഫോളോഡ് ബൈ എ പ്ലൂറൽ നൗൺ ആൻഡ് സിംഗുലർ വെർബ്. നമ്മൾ നേരത്തെ ഒരു സെക്ഷൻ പഠിച്ചിരുന്നു. ഈച്ച്, നൈദർ, എനി, നൺ എന്നിവ നമ്മൾ പഠിച്ചിരുന്നു. അത് സിംഗുലർ ആണെന്നും അത് വെർബ് വരേണ്ടത് സിംഗുലർ വെർബാണെന്നും നമ്മൾ മനസ്സിലാക്കിയിരുന്നു. ഇത് നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. വൺ ഓഫ്, ഐദർ ഓഫ്, നൈദർ ഓഫ്, എനി ഓഫ്, ഈച്ച് ഓഫ്, നൺ ഓഫ് ആർ ഫോളോഡ് ബൈ എ പ്ലൂറൽ നൗൺ ആൻഡ് സിംഗുലർ വെർബ്. ഇത് എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് നമുക്ക് എക്സാമ്പിളിലൂടെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. എക്സാമ്പിൾ, വൺ ഓഫ് ദ റീസൺ ഓർ റീസൺസ് ഫോർ ഹിസ് ഡിമോഷൻ ഹിസ് ഓർ ആർ ഹിസ് കെയർലെസ്നെസ്. ഇവിടെ നമ്മൾ നോക്കാം, വൺ ഓഫിന് ശേഷം ഞാൻ പറഞ്ഞു ഒരു പ്ലൂറൽ നൗൺ ഉണ്ടാകും. അതായത് ഓഫുള്ള പ്രപ്പോസിഷന് ശേഷം ഒരു പ്ലൂറൽ നൗൺ ഉണ്ടാകും. അതുകൊണ്ട് ഇവിടെ റീസൺസ് ആണ് വരുന്നത്. അതിന് ശേഷം വരുന്ന വെർബ് സിംഗുലർ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഈസാണ് നമ്മൾ സിംഗുലർ വെർബ് ആയിട്ട് എടുക്കേണ്ടത്. അതായത് വൺ ഓഫിന് മുമ്പ് ആണ് നമ്മൾ പ്രപ്പോസിഷന് മുമ്പാണ് സബ്ജക്റ്റ് വരുന്നത്. അതുകൊണ്ട് വൺ ഇവിടെ സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റാണ്, അതാണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ റൂൾ പ്രകാരം വൺ ഓഫ്, നൈദർ ഓഫ്, എനി ഓഫ്, ഈച്ച് ഓഫ്, നൺ ഓഫ്, ആർ എന്നിവ വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്ലൂറൽ ഒരു നൗൺ കൂടെ വരും. അത് എപ്പോഴും പ്ലൂറലായിരിക്കും. നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. ഐദർ ഓഫ് ദ സ്റ്റുഡൻറ്റ് ഓർ സ്റ്റുഡൻറ്റ്സ് ഈസ് ആർ പ്രസൻറ്റ്. ഇവിടെ നമ്മൾ നോക്കാം, ഐദർ ഓഫിന് ശേഷം ഒരു നൗൺ വന്നിട്ടുണ്ട്. അതും നമ്മൾ എപ്പോഴും പഠിച്ചിട്ടുണ്ട് പ്ലൂറൽ നൗൺ ആണെന്നുള്ളത്. അതുപ്രകാരം ഇവിടെ സ്റ്റുഡൻസ് ആണ് വരുന്നത്. അപ്പോൾ അതിന് ശേഷം വരുന്ന വെർബ് സിംഗുലർ ആയിരിക്കും. കാരണം ഓഫ് എന്ന പ്രപ്പോസിഷന് മുമ്പാണ് ഐദർ വന്നിരിക്കുന്നത്. അതാണ് നമ്മുടെ ഇവിടുത്തെ മെയിൻ സബ്ജക്റ്റായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഈസാണ് വെർബ് വരുന്നത്. അടുത്ത എക്സാമ്പിൾ നമുക്ക് നോക്കാം. ദ പ്രൊഡക്റ്റ് ഡ്രൈവൺ ഓർഗനൈസേഷൻ ഹാസ് ദ പ്രൊഡക്റ്റ് ആസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ്സ് ഇൻ എവറിത്തിങ് ഇറ്റ് ഡസ്. ഇവിടെ നമ്മൾ വൺ ഓഫ് ആദ്യം വരണമെന്നില്ല, ഐദർ ഓഫ്, വൺ ഓഫ് ഒക്കെ ആദ്യം വരണമെന്നില്ല. സെൻറ്റൻസിൻ്റെ ഏത് ഭാഗത്തും വരാം. അപ്പോൾ ആ വൺ ഓഫിന് ശേഷം വരുന്ന നൗണ് പ്ലൂറലായിരിക്കണമെന്ന് പറഞ്ഞു. ഇവിടെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ്സ് എന്നുള്ളതാണ് നമുക്ക് വരേണ്ടത്. അത് നമ്മൾ മനസ്സിലാക്കി. അത് കഴിഞ്ഞ് അടുത്ത ഒരു എക്സാമ്പിൾ നോക്കാം. ഹെർ സിസ്റ്റർ ലൈവ്സ് ഇൻ പൂനെ, വൺ ഓഫ് ദ മേജർ സിറ്റീസ് ഇൻ മഹാരാഷ്ട്ര. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഈ സെൻറ്റൻസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വൺ ഓഫിന് ശേഷം വരുന്ന പ്ലൂറൽ നൗൺ ആയിട്ടുള്ള മേജർ സിറ്റീസ് ആണ് നമ്മളിവിടെ ആൻസർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അടുത്തത്, ദിസ് ഈസ് വൺ ഓഫ് ദ ബോൾഡസ്റ്റ് എക്കണോമിക് റിഫോംസ് ദാറ്റ് ഹാവ് എവർ ബീൻ ഇൻട്രൊഡ്യൂസ്ഡ്. ഇവിടെ നമ്മൾ നോക്കിയാൽ വൺ ഓഫിന് ശേഷം വരുന്നത് ദ ബോൾഡസ്റ്റ് എക്കണോമിക് റിഫോംസ് എന്നുള്ള പ്ലൂറൽ നൗണാണ്. അതുകൊണ്ട് അതിനുശേഷം ദാറ്റ് ഹാവ് എവർ ബീൻ ഇൻട്രൊഡ്യൂസ് എന്നാണ് വന്നിട്ടുള്ളത്. അത് ദാറ്റിന് ശേഷമാണ് ഇവിടെ വെർബ് മാറിയിട്ടുള്ളത്. അത് നമുക്ക് അടുത്ത സെക്ഷൻ കൈകാര്യം. ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈച്ച് ഓഫ്, ഐദർ ഓഫ്, എനി ഓഫ്, നൺ ഓഫ് ശേഷം ഒരു പ്ലൂറൽ നൗൺ ഉണ്ടാകും. അതിനുശേഷം വെർബ് എപ്പോഴും സിംഗുലർ ആയിരിക്കും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഐദർ ഓഫ് ദ ടു സൂപ്പർവൈസേഴ്സ് വെയർ സപ്പോസ് ടു ബി പ്രസൻറ്റ് അറ്റ് ദ സൈറ്റ്. ഇവിടെ ഐദർ ഓഫിന് ശേഷം ദ ടു സൂപ്പർവൈസേഴ്സ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അടുത്ത സെക്ഷൻ നമുക്ക് ഐദർ ഓഫിൻ്റെ നോടൊപ്പം റിലേറ്റീവ് പ്രോണൗണോട് വരുന്ന സെക്ഷനാണ്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. അതായത് നൗൺ എന്നുള്ളത് പേഴ്സണേയും തിങ്സും ഒക്കെ ആയിട്ട് വരാം. അതുപോലെ തന്നെ പ്രോണൗൺ വരുന്നത് ഐ, ഹി, ഷീ എന്നിവയാണ് പ്രോണൗണായിട്ട് വരുന്നത്. അതുപോലെ തന്നെ റിലേറ്റീവ് പ്രോണായിട്ടുള്ള ഓ, വിച്ച്, ഹും, ഹൂസ്, ദാറ്റ് എന്നിവ റിലേറ്റീവ് പ്രോണൗണാണ്. അത് എങ്ങനെയാണ് എനി ഓഫ്, ഈച്ച് ഓഫ്, വൺ ഓഫ്, ഐദർ ഓഫ്, നൈദർ ഓഫ്, നൺ ഓഫ് വരുമ്പോൾ എങ്ങനെയാണ് അത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം.
അതായത് എനി ഓഫ്, ഈച്ച് ഓഫ്, വൺ ഓഫ്, ഐദർ ഓഫ്, നെയ്തർ ഓഫ്, നൺ ഓഫ് ആർ ഫോളോഡ് ബൈ എ റിലേറ്റീവ് പ്രൊനൗൺ. ഹൂ, ഹും, വിച്ച്, ഹൂസ്, ദാറ്റ്, എക്സെട്ര. The verb will be decided according to the antecedent or precedent. അതായത് നമുക്ക് ഇത് നിങ്ങൾക്ക് ഉദാഹരണത്തിലൂടെ എളുപ്പം മനസ്സിലാക്കാൻ പറ്റും. മിസ്റ്റർ ശർമ്മ ഈസ് വൺ ഓഫ് അവർ ഒൺലി ഓഫീസേഴ്സ് ഹൂ ഈസ് ഓർ ആർ ഓൾവേസ് അലർട്ട്. ശ്രദ്ധിച്ചാൽ വൺ ഓഫിന് ശേഷം നമ്മൾ പ്ലൂറൽ നൗണായിട്ടുള്ള ഓഫീസേഴ്സാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതിനുശേഷമാണ് റിലേറ്റീവ് പ്രൊനൗൺ ഹൂ വരുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹൂവിന് തൊട്ട് മുമ്പുള്ള ഓഫീസേഴ്സ് അത് പ്രകാരമായിരിക്കണം ഇവിടെ വെർബ് വരേണ്ടത്. അതായത് ഇവിടെ വെർബ് ആറാണ് വരുന്നത്. അടുത്ത ഒരു എക്സാമ്പിൾ നമുക്ക് മനസ്സിലാക്കാം. മിസ്റ്റർ ശർമ്മ ഈസ് ഓൺലി വൺ ഓഫ് അവർ ഓഫീസേഴ്സ് ദാറ്റ് ഈസ് ഓർ ആർ ഓൾവേസ് അലർട്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ച വൺ ഓഫ് ഓഫീസേഴ്സ്, അതിനുശേഷം ദാറ്റ് വരുന്നുണ്ട്. ദാറ്റ് ഈസ് ഓർ ആർ ഓൾവേസ്. ഇവിടെ മിസ്റ്റർ ശർമ്മ ഈസ് വൺ ഓഫ് അവർ ഓൺലി ഓഫീസേഴ്സ് എന്ന് വരുമ്പോൾ നമ്മളിവിടെ സിംഗുലർ വെർബാണ് എടുക്കേണ്ടത്. അതായത് ഈസ്. അതായത് റിലേറ്റീവ് പ്രൊനൗണായിട്ടുള്ള വൺ ഓഫിന് ശേഷം ഉള്ള ഓഫീസേഴ്സ് നമുക്ക് ഇവിടെ വേണം. പക്ഷേ എന്നാൽ ഓൺലി വൺ ഓഫ് എന്ന് വന്നതുകൊണ്ട് ഇവിടെ നമ്മൾ സിംഗുലർ വെർബായിട്ടുള്ള ഈസാണ് എടുക്കേണ്ടത്. ദിസ് ഈസ് വൺ ഓഫ് ദ ബുക്സ് ദാറ്റ് ഈസ് എ ഓർ ആർ ഫോർ സെയിൽ. ഇവിടെ വൺ ഓഫിന് ശേഷമുള്ള അതായത് ബുക്സാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് വെർബ് ആറാകുന്നു. ദിസ് ഈസ് വൺ ഓഫ് ദ ഫ്യൂ കമ്പനീസ് വിച്ച് ഹാസ് ഡൺ വെൽ ഫോർ ദ പാസ്റ്റ് 2 years. ഇവിടെ നമ്മൾ നോക്കുക, വൺ ഓഫിന് ശേഷം ഫ്യൂ കമ്പനീസ് വന്നിട്ടുണ്ട്. അതിനുശേഷം റിലേറ്റീവ് പ്രോണായി വിച്ച് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ അത് ഹാസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അത് തെറ്റാണ്. അത് ഹാവ് ആണ് വരേണ്ടത്. The problem of world hunger arises because of the economic inequality that distort food distribution. നിങ്ങൾ ആൻസർ ചെയ്യുക. വരുന്ന സെക്ഷൻ ഇത് മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ മനസ്സിലാക്കി പഠിക്കുക. നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക. ഇത് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ്. കൂടുതൽ സെക്ഷൻ നമുക്ക് ഇനിയും സബ്ജക്റ്റ് ഗ്രൂപ്പ് അഗ്രിമെൻറ്റ് പഠിക്കേണ്ടതുണ്ട്. വളരെ സ്പീഡിൽ നമ്മൾ കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ്. ഓക്കെ, താങ്ക് യു.